ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ ഒരു റെസിപ്പിയാണ് കേട്ടോ. റെസിപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് മുളകും പുളിയും കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് അടുപ്പിൽ നമ്മൾ ഈ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലോട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കരിവേപ്പില എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നന്നായിട്ട് വീണ്ടും വഴറ്റിയതിന് ശേഷം നമ്മൾ ആദ്യം തക്കാളി ഒരു 1/4 ഭാഗം തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഇതിലിട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു പരുവമാകുമ്പോൾ ഇതിലോട്ട് നമുക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു സവാള എടുത്തിട്ടുണ്ടായിരുന്നു. ആ സവാള നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ഉള്ളി നമുക്ക് കടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ചെറുതായിട്ട് ഇളക്കിയൊക്കെ കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് ഇതായതിന് ശേഷം നമുക്കിതിലോട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഒരു ടേബിൾ കൂടുതൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് നമുക്കിതിലോട്ട് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിത് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. അപ്പം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്ക് നമുക്കിതിലോട്ട് വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പം മീനിട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരണം. അതിലോട്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം കായപ്പൊടി ഉണ്ടെങ്കിൽ കായപ്പൊടി ഇടാം, അല്ലെങ്കിൽ കഷ്ണമായിട്ടുള്ള കായമാണെങ്കിൽ അത് ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലോട്ട് എന്നിട്ട് ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ഈ ഒരു കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.